അപ്പോ എന്റെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചാൽ നമുക്ക് മനസ്സിലായി എന്ത് കാര്യമാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് ഒരു ഡാൻസിന്റെ ഒരു മുദ്രയിലൂടെയാണ്. അതാണ് ദിവ്യശ്രീയുടെ ഒരു മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് മകളോടാവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം മകൾ എപ്പോഴും കാണുന്നതാണല്ലോ അമ്മയുടെ ഈ മുദ്രകളും ഭാവങ്ങളും ഒക്കെ. അപ്പൊ എന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പാട്ടുകൾ, ഒരു 3-4 പാട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാനിപ്പോ ദിവ്യശ്രീനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ മുദ്രയിലൂടെ ആ പാട്ടിന്റെ വരി രുദ്രയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ആദ്യത്തെ പാട്ട് ഏതാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, ആക്ഷൻ നോക്ക്. ഓടിയില്ലേ? ആ ഓടി കാറ്റ്, ഓടി കാറ്റ്. എന്താ തേങ്ങ കാണിക്കുന്നു? തേങ്ങ ഒരൊറ്റ ഏറ് വെച്ചിരും കേട്ടോ. തേങ്ങ നീ ഒന്ന് പറയടി. ഓടാണ്ട് അത് കാണിക്ക. കിതച്ചു, ഓടി കിതച്ച്, കിതച്ച് കാറ്റ്. കിതച്ചപ്പം കാറ്റ്. ശരി, എന്തായാലും കണ്ടുപിടിച്ചോളൂ. സൂപ്പർ. ഇനി അടുത്തത്. പല്ല്, ചുണ്ട്, ചുണ്ട്, ചുണ്ട, ചുണ്ട്, 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 ചുണ്ട് നല്ല, ചുണ്ട് നല്ല ചുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഇല്ല. ചുണ്ട്, ചുണ്ട് പൂവിരിഞ്ഞ, ചുണ്ട് പൂവിരിഞ്ഞ്. അതിന്റെ പോട്ട് പോലടി ഏതെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ. എന്താ ചെണ്ടോ? ഒരു തെച്ചിപ്പൂ. മറ്റേ ചുണ്ട് അറിയില്ല. ഇനി അടുത്ത് ഇത് ചിലപ്പോ പെട്ടെന്ന് കിട്ടും. പൂ തലയിൽ വെച്ച്, പൂ നടന്നിട്ട് പൂ തലയിൽ വെച്ച്, നടന്നു, ഓടി, ഓടി, ഓടിപ്പൂ, ഓടിപ്പൂ ചന്ദ്രൻ, ഓടിപ്പൂ ചന്ദ്രൻ, ഓടി പൂ ചന്ദ്രൻ, സൂര്യനാണ് ചന്ദ്രൻ, ചന്ദ്രൻ, നിലാവ്, പൂനിലാവ്. അതിന് വല്ലതും പഠിക്കണ്ടേ? മലയാളത്തിന്റെ പര്യായം വല്ലതും അറിയണ്ടേ? ഇതൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കണേ? ചന്ദ്രന്റെ പര്യായം പറയടി. എന്തൊക്കെയായിരുന്നു? അമ്പിളിക്കല ചൂടും. അല്ല, ഇതൊന്ന് കാണിച്ചു നോക്കിയേ. നാവ്, ചന്ദ്രൻ, നാവ്. അതൊന്നാമത്തെ വേർഡാണോ? ഒന്നാമത്തെ വേർഡ് നാവ്. ഫസ്റ്റ് ഓക്കെ. നാടോടി. അതാണ്, നാടോടിയാണ് ആദ്യത്തെ വേർഡ്. നാടോടി പൂച്ച്, പൂ അമ്പിളി, നാടോടി പൂ, നാടോടി പൂ, പൂത്തിങ്കളോ? നാടോടി പൂത്തിങ്കൾ. ഇത് കാണിക്കേ. മുടി, നാടോടി പൂത്തിങ്കൾ മുടിയിൽ ചൂടി. അറിയില്ല, അറിയില്ല പാട്ട്. ഇല്ല. കാര്യം വേർഡ്സ് ഒക്കെ പറയും, പക്ഷെ പാട്ട് കഷ്ടം തന്നെ ഗോപിയേട്ടാ. ഈ പാട്ട് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാ. അറിയില്ല. ഭയങ്കര ഫേമസ് അല്ലേ ലാലേട്ടന്റെ? പഠിക്കേ. നാടോടി പൂത്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തോറ്റിരിക്കുകയാണ്. കാരണം പാട്ട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട്. അമ്മ, എന്റെ അമ്മയുടെ ജിമ്മിക്ക് പാടാ, അതെങ്കിലും പാട്. ഞാൻ പാടിത്തരാം. എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെൻ കട്ടോണ്ട് പോയേ, എന്റെ പെന്റെ ബ്രാൻഡി കുപ്പി, എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെൻ കട്ടോണ്ട് പോയേ, എന്റെ പെന്റെ ബ്രാൻഡി കുപ്പി, എന്റെ അമ്മ കുടിച്ചു തീർത്തേ. സൂപ്പർ. ഇനി ഇതും പറയും.
പറയാം വെയിറ്റ്. വള, കുപ്പിവള, കുപ്പിവള, വളക്കിലുക്കം. ഇതൊന്നും ഇതിനെ അറിയണ്ടാവില്ല. നാടോടി പൂത്തിങ്കൾ അറിയാത്തവർക്ക് ഇതിനെ എന്തിനാ കൊണ്ടുവന്നേ? കിലുക്കം. കിലുക്കം. എന്തുട്ടാണ് ഈ സാധനം? വളയല്ലേ? എന്തുട്ട് വളയാണിത്? കുപ്പിവളയല്ലേ? കുപ്പിവള. അത് ഞാൻ ആദ്യം കുപ്പിവള കിലുക്കം. ആ കുപ്പിവള, കുപ്പിവള കയ്യാൽ നിന്നെ, അതാണ്. എനിക്ക് അത്ര കുപ്പിവള കയ്യാൽ അങ്ങനെ എന്തോ അല്ല. ഇല്ലേ? കുപ്പിവള കയ്യാൽ എന്നെ വിളിച്ചുണർത്തി നീ ജമീലയാണോ? അങ്ങനെ അതല്ല, അതല്ല. കുപ്പിവള. കുപ്പിവള കുപ്പിവള. വേറെ കാണിക്കാം. അത്രേ ഉള്ളൂ അതിന്. ഞങ്ങൾ കുപ്പിവള മാത്രോ? വേറെ കുപ്പിവള. കുപ്പിവ ഇത് കിട്ടില്ല. ഇത് അതിനറിയില്ല. ഇതിനറിയില്ല. കുപ്പിവള കിലു കിലു കിലുങ്ങടല്ലോ. ഞാൻ കിലുക്കി കിലുക്കി പറഞ്ഞൂടെ? കിലുക്കിന്ന് കൊണ്ട് കാര്യമുണ്ട്. കിലു കിലു കിലുങ്ങണല്ലോ. പാട്ട് അമ്മ ഞാൻ കിലുക്കി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ അതല്ലാന്ന്. എടി കിലിക്ക് പറഞ്ഞ പോലെ കിലിക്കിലി കിലുങ്ങണല്ലോ. നീ പാട്ട് പാടണ്ടേ? കിലുക്കി പറഞ്ഞ അമ്മ അതിനോട് അറിയായിരുന്നോ? അതെനിക്കറിയാം. അല്ല, അറിയാവുന്ന ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, കിലുക്കി എന്ന് പറയുമ്പോ തന്നെ അവര് മനസ്സിലാക്കി കിലുക്കിയല്ല കിലു കിലു കിലുങ്ങലാണ്. കള്ളം പറയല്ലേ ഒരു പാട്ടും അറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഡാൻസ് പഠിച്ചതുകൊണ്ടുള്ള ഒരു ഗുണമാണ്, അറിയാത്ത പാട്ടാണെങ്കിൽ അത് ചേർത്ത് പറഞ്ഞു. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പാട്ടറിയില്ല. പാടാനറിയില്ല. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ പാട്ടുകളൊക്കെ എടുത്ത് കാണണം, വിഷ്വല് കാണണം, വേർഡ്സ് ലിറിക്സ് ഒക്കെ നോക്കി വെക്കണം. ഓക്കെ, സൂപ്പർ. അപ്പൊ അങ്ങനെ ഈ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? യെസ്. അപ്പൊ താങ്ക് യു. സൂപ്പർ അമ്മയും മകളും